എന്താ വേണ്ടേ? എന്തോ വേണ്ടേ? നാടൻ പട്ടിയുടെ കുഞ്ഞുങ്ങളാ കേട്ടോ. പെൺപട്ടിയാണോ ആൺപട്ടിയാണോ ഒരു പിടിയില്ല. നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല, കാരണം നമ്മുടെ വീട്ടിലെ വളർത്താൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം നിങ്ങളോട് സബ്സ്ക്രൈബേഴ്സിന് പറയാൻ വിട്ടുപോയി. എൻ്റെ കൂടെയൊക്കെ നിന്ന് വീഡിയോ ചെയ്യുന്നില്ലേ, നമ്മുടെ ക്യാറ്റ് പൂച്ച അത് മരിച്ചുപോയി. അത് ഇന്നലെ ആയിരുന്നു. എങ്ങ് വന്നറിയത്തില്ല. ആരാണ്ട് കല്ല് പെറുക്കി എറിഞ്ഞ്, കല്ല് പെറുക്കി എറിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ വയ്യാതിരിക്കുമായിരുന്നു. ഞാൻ ഓർത്ത് പനിയായിരിക്കുമെന്നാണ് വിചാരിച്ചത്. 1000 സബ്സ്ക്രൈബറൊക്കെ ആയി കഴിഞ്ഞപ്പം അതിന് നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചായിരുന്നു. പിന്നെ അതിനെ വയ്യാതായി ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി ഡാമേജ് ആയിരിക്കുവാണ്, അതിന് ഭയങ്കര പ്രോബ്ലമാണ്. ആശുപത്രി കൊണ്ടുപോയി. പിറ്റേ ദിവസം 11 മണിയായപ്പം ഞങ്ങളുടെ ചക്കിക്കുട്ടൻ ഈ ലോകത്തിലോട് വിട പറയുകയായി. ഒരു മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ അതേ ദുഃഖം തന്നെ ആയിരിക്കും നമ്മൾ ഈ മൃഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അതുപോലൊരു ചക്കിയെ നമുക്ക് കിട്ടത്തില്ല, ഒരു പൂച്ചയെ. അതിനെ കുറിച്ച് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പരിസരത്തുള്ള ഏതോ ഒരു തന്തയില്ലാ കഴിവേറി അവനെ ഓട്ടം ഓടിക്കുന്നവന്. അവനങ്ങ് അവിടെ പരിസരത്തുള്ള പൂച്ചയെല്ലാം എറിഞ്ഞു കൊല്ലലാണ് അവന്റെ പ്രധാന പണി. അവന് അത് തന്നെ, അവന്റെ തള്ള അത് തന്നെ. എന്താ ചെയ്യുക? അങ്ങനെ ഞങ്ങളുടെ ചക്കിക്കുട്ടനും പോയി. ചക്കി, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ. ഹോസ്പിറ്റലിൽ കയറ്റി ട്രിപ്പ് ഇടുന്ന ഭാവമാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ആള് ഭയങ്കര വീക്കാണ്, അപ്പോൾ ട്രിപ്പ് ഇടണം, കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്സിജൻ വരെ നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാനാണ് അതിന് ഓക്സിജൻ മൂക്കി വെച്ച് കൊടുത്തത്. ആള് നല്ലപോലെ ശ്വാസം വലിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അവർക്ക് ബ്ലഡ് വരെ ഓടുന്നുണ്ട്. ഒരൊറ്റ എയറിൽ ചക്കിക്കുട്ടൻ്റെ കിഡ്നി വരെ അവൻ ഡാമേജ് ആക്കിയിട്ടുണ്ട്. ഒരു വളർത്തുമൃഗത്തിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ കാണുന്നുണ്ടായിരിക്കും, ഈ ഓട്ടോ ഡ്രൈവറെ അവൻ കാണുന്നുണ്ടായിരിക്കും. അവന്റെ ഗതി ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. ഇത് പൂച്ച അനുഭവിച്ച കൂട്ട് തന്നെ അവന് അതുപോലെ തന്നെ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് പോത്തുള്ളൂ. ഏതൊരു വളർത്തുമൃഗം ഇങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞ അടക്കം ചെയ്യാൻ നേരം ഞാൻ കരഞ്ഞുപോയി. രാത്രി 11 മണി സമയത്തായിരുന്നു ചക്കിക്കുട്ടന് ലോകത്തോട് വിട പറഞ്ഞ്. 2.5 കൊല്ലം ഞങ്ങളുടെ കൂടെ നിന്ന ക്യാറ്റായിരുന്നു ആള്. എന്തായാലും പരിശോധിച്ച നല്ലൊരു ഡോക്ടറായിരുന്നു. അവർക്ക് നന്ദി. എനിക്ക് മുമ്പേ 4 ചേച്ചിമാരായിരുന്നു പോയത്. അവരെല്ലാരും കൈപിടിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു കുഴപ്പമില്ല, ഇതിനകത്ത് തൂങ്ങി ഇങ്ങനെ നിന്നാ മതി. അവര് കൈ വിട്ടപ്പോഴുണ്ടല്ലോ എന്റെ ആത്മധൈര്യം ചോർന്നുപോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒരു വിധത്തിൽ തൂങ്ങി പിടിച്ച് അവിടെ എങ്ങനെയാലും അക്കരെ ഞാൻ എത്തി. എന്തായാലും കൊള്ളായിരുന്നു ഗായ്സ്. എന്തായാലും നല്ല പരിപാടിയായിരുന്നു. ആദ്യമായി സിപ്പ് ലൈനിൽ കയറി. ഈ സിപ്പ് ലൈൻ പോകുന്ന ടവറിന്റെ മണ്ടയ്ക്ക് കയറി എന്ത് വ്യൂ ആണെന്ന് അറിയാവോ ഗായ്സ്? ഈ സിപ്പ് ലൈനിൽ കയറിയവരാണെങ്കിൽ അഭിപ്രായം പറയണേ ഗായ്സ്. ഈ സിപ്പ് ലൈൻ വരുന്ന പരുന്തുംപാറയ്ക്ക് താഴ്വശത്തായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഇതിനകത്ത് കയറുവാൻ, കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരു ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് പോവാം. ഞാൻ പോയത് ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ആത്മധൈര്യം ഏറ്റവും അവസാനമാകുമ്പം ഒരു കോമഡിയായിട്ട് ഒരു ചിരി തോന്നും. അപ്പൊ എന്നെ
ഒരു കോമഡിയായിട്ടൊന്ന് കാണരുത്. അത് എന്റെ അനുഭവമാണ് ഞാൻ ഏറ്റവും അവസാനം പറയുന്നത്. എല്ലാവരും അത് ചിരിക്കൊന്നും ചെയ്യരുത്. അപ്പൊ എങ്ങനെയുണ്ട് കാഴ്ചകൾ? അടിപൊളിയല്ലേ? തേയിലത്തോട്ടത്തിന്റെ മുകളിലൂടെ ഒരു പോകുന്ന ഒരു കാഴ്ച. ആ എന്താ ഭംഗി! ശരി, എന്താ എടുത്ത് മുഹൂർത്തം പോയല്ലോ. സിപ്ലൈന് മറ്റേ പറക്കത്തെ തൂങ്ങിക്കിടക്കുന്നല്ലേ, അതിനകത്ത് കയറിപ്പോ പേടിച്ചു പോയി. ഞാൻ ആദ്യമായിട്ടല്ലേ കയറുന്നേ. ഇടുക്കിയിലൊക്കെ ഇതുള്ളൂ, അല്ലാതെ നമ്മുടെ നാട്ടിൽ പത്തനംതിട്ടയിൽ എവിടെയാണുള്ളത്? ഇതൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു ഭാഗത്ത് ചെന്നിട്ട് ഒരു തോട അരുവിയെല്ലാം കണ്ടിട്ട് ഷഡ്ഡി ഊരി കരുകണം. പേടിച്ച് മൂത്രം പോയെന്ന് തോന്നുന്നു. നമ്മള് സത്യം പറയത്തുള്ളൂ, കള്ളം പറയില്ല. ഇതുപോലൊരു അബദ്ധം പറ്റാൻ ഞാൻ കണ്ടപ്പോളേ എല്ലാരും തൂങ്ങിപ്പോന്നു. എന്നാ പിന്നെ നമുക്കൂടെ ഒന്ന് തൂങ്ങിപ്പോയാൽ എന്താന്ന്. അവർ ബെൽറ്റൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അപ്പുറത്തോട്ട് വിട്ട് തിരിച്ച് ഇങ്ങോട്ടും വിട്ട്. എന്തായാലും കൊള്ളായിരുന്നു. എന്താ ഈ സുരാജ് വെഞ്ഞാറമ്മോന്ന് പറഞ്ഞ് മൂത്രം പോയ ജട്ടിയുമായിട്ട് പോയൊരു പോക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞു കേട്ടോ. എന്റെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി എന്നാ. പരുന്തുംപാറയ്ക്ക് ചെറിയ വീഡിയോക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ കാറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഡ്രോണിന് മേലോട്ട് പറന്നു, പക്ഷെ അത് ഇങ്ങനെ കിടന്ന് ചെറിയ ആട്ടം കാണിക്കുന്നുണ്ട്. കാറ്റിന്റെ പ്രോബ്ലമാണ്. കാറ്റ് കൂടി കഴിഞ്ഞാൽ